ചില കുട്ടികളിൽ തുപ്പുന്ന പ്രവണത നമ്മൾ കാണാറുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ മറ്റു കുട്ടികളുടെ ദേഹത്ത് തുപ്പുക അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ദേഹത്ത് തുപ്പുക ഇത് സ്ഥിരം എന്നും ചെയ്യുമ്പോഴത്തേക്കും സ്കൂളിൽ നിന്ന് കംപ്ലൈന്റ്സ് വരാറുണ്ട്. അത് പാരന്റ്സിന് ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ സ്പിറ്റിംഗ് ബിഹേവിയേഴ്സ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്കിന്ന് നോക്കാം. പൊതുവെ സ്പിറ്റിംഗ് ബിഹേവിയേഴ്സ് ഓറൽ സെൻസറി പ്രോബ്ലംസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. രണ്ട് തരം ഓറൽ സെൻസറി പ്രോബ്ലംസ് ഉണ്ട്: ഓറൽ ഹൈപ്പോ സെൻസിറ്റിവിറ്റി ആൻഡ് ഓറൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഈ തുപ്പുന്ന പ്രവണത ഓറൽ ഹൈപ്പോ സെൻസിറ്റിവിറ്റിയുടെ സിംറ്റം ആണ്. ഇതിൽ കുട്ടികൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഓവർ സ്റ്റഫ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അവർക്ക് വായിൽ എത്ര ഫുഡ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഓറൽ ഹൈപ്പോ സെൻസിറ്റിവിറ്റി ഉള്ള കുട്ടികൾ സ്പൈസി ഫുഡ് അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ മുറുക്ക്, ചിപ്സ് അല്ലെങ്കിൽ ഫ്രൈംസ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ് ഡ്രോളിംഗ്, അതായത് സലൈവ അല്ലെങ്കിൽ തുപ്പൽ ഒലിച്ചു വരുന്ന ഒരു സ്വഭാവം. ഇതിൽ കുട്ടികളുടെ ഓറൽ മസിൽ വീക്ക്നെസ് ഉണ്ടായിരിക്കാം. അത് കാരണവും ഇങ്ങനെ ഡ്രോളിംഗ് ഉണ്ടാവുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റമാണ് നോൺ ഫുഡ് ഐറ്റംസ് വായിലിടുന്ന സ്വഭാവം. അതിൽ ഷർട്ടിന്റെ കോളർ ചവയ്ക്കുക, അല്ലെങ്കിൽ ഇറേസർ വായിലിട്ട് ഇടുക, കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങൾ വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പെൻസിലിന്റെ അറ്റം ഇങ്ങനെ ചവയ്ക്കുക, ഇതെല്ലാം ഓറൽ ഹൈപ്പോ സെൻസിറ്റിവിറ്റിയുടെ പ്രോബ്ലംസ് ആണ്.